തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കുവാൻ പ്രാദേശിക തലത്തിൽ ചില ക്രൈസ്തവ പുരോഹിതർ ഇടപെട്ടിട്ടുണ്ട്. ഇത് പകൽ പോലെ സത്യവുമാണ്, കാനം ആരോപിച്ചു. പാർട്ടി സ്ഥാനാർത്ഥികൾ പോലും ക്രൈസ്തവ പുരോഹിതരുടെ ഇടപെടലിൽ വീണുപോയിട്ടുണ്ടെന്നും കാനം ചൂണ്ടിക്കാട്ടി. റാന്നിയിൽ CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുവാൻ കാരണം ഇത്തരം ദുഷിച്ച ഇടപെടൽ മൂലമാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബിഷപ്പുമാരെങ്കിലും നേരിട്ട് ഇടപെട്ടോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ പ്രാദേശികമായി പുരോഹിതന്മാർ പലപ്പോഴും നമ്മളങ്ങനെ ഒന്നാമത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് ആരെങ്കിലും നിർത്താനെതിരായിട്ട് സഭയുടെ നിലപാടെടുത്തിരുന്നു നേരത്തെ തന്നെ. പല സ്ഥലങ്ങളിലും നമ്മൾ അതിനുവേണ്ടി ആളുകൾ തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ സ്ഥലത്ത് ചില പുരോഹിതന്മാർ അവരതിന് എതിരായിട്ടുള്ള നിലപാട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പല സ്ഥാനാർത്ഥികളും പറഞ്ഞതായിട്ട് നമുക്ക് നേരിട്ടറിയാം. ക്രൈസ്തവ പുരോഹിതർ ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോഴും ബിഷപ്പുമാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നറിയില്ല. തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിൽ CPMും CPIയും തമ്മിലുള്ള തർക്കമുണ്ടെന്നും എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് തർക്കങ്ങളിൽ അയവുണ്ടെന്നും കുറ്റസമ്മതവും സ്വയം വിമർശനവുമായി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ജില്ലയിൽ തിരുവാർപ്പിലും കടനാടും ഈ രീതിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തർക്കങ്ങൾ UDFനെ സഹായിക്കുമെന്ന പ്രതീക്ഷ വേണ്ടെന്നും കാനം ചൂണ്ടിക്കാട്ടി. CPMിൽ നിന്നും പുറത്താക്കുന്നവരെ ഏറ്റെടുക്കേണ്ട ബാധ്യത CPIക്കില്ലെന്നും ഒരു ചോദ്യത്തിനുത്തരമായി കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് R. രാജീവ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റോബിൻ P. തോമസ് നന്ദിയും പറഞ്ഞു.